എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഒരു പുതിയ ജോബ് ഇൻഫോർമേഷൻ വീഡിയോ ആണ്. റീബിൽഡ് കേരളയിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റിൻ്റെ കീഴിൽ വിവിധ പോസ്റ്റുകളിലേക്ക് കോൺട്രാക്ട് ബേസിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. www.cmdkerala.net എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 27/4/2022 5 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകളുള്ളത്, എത്രയാണ് ഒഴിവുകൾ, സാലറി സ്കെയിൽ എത്രയാണ് എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. IT ഓഫീസർ ഒരു വേക്കൻസിയാണുള്ളത് തിരുവനന്തപുരത്ത്. ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MTech or ME or BTech, BE, MCA or MSc കമ്പ്യൂട്ടർ സയൻസ്. 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. മന്ത്ലി റെമ്യൂണറേഷൻ പറയുന്നത് 32,560 ആണ്. ഇനി ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് 2 ഒഴിവുകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കോട്ടയം. SSLC പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 25 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. 21,175 മന്ത്ലി സാലറി പറയുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് 2 പോസ്റ്റുകളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂർ. SSLC ആവശ്യമാണ്. കൂടാതെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പിംഗ് ഇംഗ്ലീഷ് KGTE ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ് ഇക്വാലൻറ്റ്. കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പിംഗ് മലയാളം KGTE ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. ഏജ് ലിമിറ്റ് 25 പറയുന്നത്. 21,175 സാലറി പറയുന്നത്. ഓഫീസ് അറ്റൻഡൻറ്റ് 2 പോസ്റ്റാണ് ഒഴിവുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോട്ടയത്തും. 7ാം ക്ലാസ് ആണ് യോഗ്യത പറയുന്നത്. ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 25 വയസ്സാണ് ഏജ് ലിമിറ്റ്. 18,390 സാലറി പറയുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിട്ടൺ എക്സാം ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആവാം, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയാക്കാം. സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫ്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. താങ്ക് യു.